ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകനാ എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകനാ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുകയും. ദൈവദിനത്തിൽ ഓരോ വ്യക്തികളും എങ്ങനെ ആയിരിക്കണമെന്ന് വ്യക്തമായി പരാമർശിക്കുന്ന ഒന്നാമതായി ചെയ്യേണ്ടത് യഹോവയെ ഭയപ്പെടണം. ഏതൊരു വ്യക്തിക്കും ആവശ്യമായ വിഷയമാണ് ദൈവഭയം എന്നത്. ദൈവത്തിൻ്റെ ശാശ്വത അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവഭയവും ദൈവസ്നേഹവും അനിവാര്യമാണ്. ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴികളാണ്. മനുഷ്യൻ്റെ വഴികളുടെ അവസാനം മരണമാണ്. ദൈവത്തിൻ്റെ വഴിയുടെ അവസാനം നിത്യജീവനാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ഓരോ വ്യക്തിക്കും ദൈവം വർധനവ് നൽകിത്തരും എന്ന് ആവർത്തന പുസ്തകം 6:3 പറയുന്നുണ്ട്. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളിച്ചതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോട് അനുസരിച്ച് നടക്കാം. യഹോവയുടെ വഴിയിൽ നടക്കുന്നവൻ തങ്ങളുടെ തലമുറകളോടും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പറഞ്ഞു കൊടുക്കണം. 6:5 വാക്യം മുതൽ പ്രകാരം വായിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അടുത്തതായി ദൈവവഴിയിൽ നടക്കുന്നവൻ ജാതികളുടെയും ദൈവങ്ങളുടെ പിറകെ പോകരുത്. ആവർത്തന പുസ്തകം 6:14 പ്രകാരം പറയുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരുടെ പിന്നാലെ പോകരുത്. മാത്രമല്ല, ജാതികളുമായി ഉടമ്പടി ചെയ്യരുത്. അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് പിന്നത്തേതിലൊരു കണിയായിത്തീരും. ആവർത്തന പുസ്തകം 6, 7, 8 എന്നീ അധ്യായങ്ങളിൽ ദൈവത്തെ പിൻപറ്റിയാൽ ഉള്ള അനുഗ്രഹങ്ങളും അതല്ല എങ്കിൽ അതിലുള്ള വിപത്തുകളെ പറ്റിയും സവിസ്തരം പറയുന്നുണ്ട്. ദൈവം ഇസ്രായേൽ ദേശം മുതൽ ഇസ്രായേൽ ജനത്തെ നടത്തിയ വഴികളെ ഓർത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടവരില്ല. എങ്കിലും ജനം ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ പോയതിൻ്റെ അനന്തരഫലം അവർ അനുഭവിച്ചു. ആയാൽ പ്രിയ ശ്രോതാക്കളെ, യഹോവയുടെ വഴിയിലൂടെ ആര് യാത്ര ചെയ്യുന്നോ അവർക്ക് തിരുവഴുത്തിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയായിത്തീരും. അതല്ലെങ്കിൽ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ശാപങ്ങളും രോഗങ്ങളും എല്ലാം വന്നു ഭവിക്കും. 1-ാം സങ്കീർത്തനത്തിൽ ഓരോ വ്യക്തിക്കും ഒരു മുന്നറിയിപ്പ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസയുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവസാനം പറയുന്നത്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ആയാൽ പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ ഭയപ്പെട്ടും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് മുന്നേറിയാൽ ജീവിതം ധന്യമായി തീരും. അവരെ ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തി എത്തേണ്ട തുറമുഖത്തെത്തിക്കും. അതിനായി
വ്യക്തിപരമായും കുടുംബപരമായും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ വഴി ഏതെന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ തുടങ്ങണം. സർവ്വശക്തനായ കർത്താവ് ഏവരെയും അതിന് ഇടയാക്കട്ടെ. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിച്ച് സമാധാനത്തിൽ കാക്കപ്പെടുമാറാകട്ടെ. ഈ ചെറിയ ചിന്തയാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.